ഹലോ ഗായ്സ്, ഭ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു റിവ്യൂ ആണ്. വിലായത്ത് ബുദ്ധ, രാജേട്ടൻ്റെ പുതിയ പടം വിലായത്ത് ബുദ്ധയുടെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആദ്യം അതിൻ്റെ പോസിറ്റീവ് പറയാം. ആദ്യം പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ രാജുവേട്ടൻ, പിന്നെ ഷമീന്ദ്ര ചേട്ടൻ, പിന്നെ വേറെ പോസിറ്റീവായിട്ടില്ലെന്ന് തോന്നുന്നു. നെഗറ്റീവ് പറഞ്ഞാൽ നെഗറ്റീവ് മ്യൂസിക്. ജെയ്ക്സ് ബിജോയാണ് മ്യൂസിക്. പക്ഷെ ഇത്രയും പുള്ളി ചെയ്ത മ്യൂസിക് ചെയ്തതിൽ ഏറ്റവും എനിക്ക് മോശമെന്ന് പറയാൻ പറ്റില്ല, പോരാ എന്ന് പറയാം. പിന്നെ നടിയും പോരാ. പിന്നെ ഉള്ളത് ഡ്യൂറേഷൻ 3 മണിക്കൂറുണ്ട് പടം. 3 മണിക്കൂറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ 3 മണിക്കൂർ പടം, മൊത്തം 3 മണിക്കൂർ സുഖമില്ല. പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ജയൻ നമ്പ്യാർ എന്ന് പറയും. ജയൻ നമ്പ്യാർ എന്ന് പറയുമ്പോൾ നമ്മളെ സച്ചി, അയ്യപ്പനും കോശിയും, പിന്നെ അയ്യപ്പനും കോശിയുടെ ഡയറക്ടറാണ് സച്ചി, മരിച്ചുപോയ സച്ചി ചേട്ടൻ. അപ്പോൾ പുള്ളിയുടെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്ന ആളാണ് ഈ ജയൻ നമ്പ്യാർ. ഡയറക്ഷൻ ജയൻ നമ്പ്യാർ, പിന്നെ റൈറ്റർ പറഞ്ഞ ഇന്ദു ഗോപൻ, ഒരു രാജേഷും, പിന്നെ മ്യൂസിക് ജെയ്ക്സ് ബിജു. ഫോട്ടോഗ്രാഫി രണദേവ്, അരവിന്ദ് കശ്യപ്, രണ്ടുപേരാണ്. രണദേവും അരവിന്ദ് കശ്യപ്പുമാണ്. സിനിമാട്ടോഗ്രാഫിയും വലുതായിട്ട് എടുത്ത് പറയാൻ ഒന്നുമില്ല, മറയൂർ ആ ഭാഗത്തേക്ക് സംഭവമാണ്. എങ്കിലും പടത്തിന് എന്തൊക്കെയോ ഒരിത്, ഭയങ്കര നീളം, എന്തു പറയാൻ. എങ്കിലും നമ്മളൊരു പടത്തിനെയും അങ്ങനെ കൊള്ളൂലെന്ന് പറയില്ല. എന്തുമാത്രം ആൾക്കാരെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കൊണ്ടാണ് ഒരു പടം എടുക്കുന്നതെന്ന് മനസ്സിലായി. എങ്കിലും ഇത് റൈറ്റിങ്ങിൻ്റെയൊക്കെ ചെറിയൊരു ഇതുണ്ട്, ആവശ്യമില്ലാതെയൊക്കെ. പിന്നെ കൊള്ളാന്ന് പറയുകയാണെങ്കിൽ ക്ലൈമാക്സ്, ഫൈറ്റ് കൊള്ളാം ആക്കിയല്ല. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് തന്നെ രാജേട്ടൻ ആസ് യൂഷ്വൽ, പുള്ളി നമ്മളെ കടുവ അതെല്ലാം ആസ് യൂഷ്വൽ അതേ സെയിം പെർഫോമൻസ് തന്നെ. പിന്നെ അകപ്പാടെ പോസിറ്റീവ് എന്ന് പറയാനുള്ളത് ഷമ്മി ചേട്ടൻ്റെ ക്യാരക്ടർ പൊളിയായിരുന്നു, അടിപൊളിയായിരുന്നു. ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു, സ്കൂൾ മാഷാണ്, പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. പുള്ളി ഇത്തിരി സ്കോർ ചെയ്തിട്ടുണ്ട്, പുള്ളി കൊള്ളാം. നമ്മളിപ്പം പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി അടുത്ത സീൻ എപ്പം വരും എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. പുള്ളി കൊള്ളാം അങ്ങനെ. പിന്നെ മൊത്തത്തിൽ ഒരു ആവറേജ് കണ്ടിരിക്കാം, നമുക്കൊരു പടം കണ്ടിരിക്കാം, അത്രയേ ഉള്ളൂ. പിന്നെ കണ്ടിരിക്കുക, അത്രയേ ഉള്ളൂ. അതുപോലെ പാട്ടും ഒന്നും എനിക്ക് വലിയ സുഖമായിട്ട് തോന്നിയില്ല. ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞൂടാ, ഇതെൻ്റെ അഭിപ്രായം മാത്രമാണ്. പിന്നെ നടിയാണ് ചുമ്മാ വന്ന് വെറുപ്പീരി തന്നെ. ഇത് സംഭവം നടക്കുന്നത് മറയൂരിലെ ഈ ചന്ദനക്കടത്ത് സംഭവങ്ങൾ അതൊക്കെ ആക്കിയാണ്. ആ നോവൽ നിങ്ങൾക്ക് വായിച്ചറിയായിരിക്കും. അതിൽ രാജുവേട്ടൻ്റെ കഥാപാത്രം ഡബിൾ മോഹനൻ. പുള്ളി കൊള്ളാം. മുഖത്തൊക്കെ കരിയൊക്കെ തേച്ച്, ഒരു മുടിയൊന്നും എനിക്ക് വലിയ സുഖം തോന്നിയില്ല. മുടിയൊക്കെ ഒരുമാതിരി ഇരിക്കുന്നത്. പൃഥ്വിരാജിനെ രാജുവേട്ടനെ ഒരുമാതിരിയൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നു. പിന്നെ മുഖത്ത് കരിയൊക്കെ വാരി തേച്ച്. എങ്കിൽ രാജുവേട്ടൻ്റെ പെർഫോമൻസ് കൊള്ളാം. പെർഫോമൻസ് എല്ലാ പടത്തെയും പോലെ തന്നെ പെർഫോമൻസ് കൊള്ളാം. പക്ഷേ ഇത് ഡയറക്ഷൻ്റെ ഒരു ചെറിയൊരു എന്തോ ഉണ്ട്. പിന്നെ സച്ചി ചേട്ടൻ്റെ അസോസിയേറ്റ് ഡയറക്ടറാണ് പുള്ളി, ജയൻ നമ്പ്യാർ. എങ്കിൽ ശകലം കൂടി പഴകി വരേണ്ടിയുണ്ട് പടം ചെയ്യാനായിട്ട്. ശകലം കൂടി ഇത് വരേണ്ടി വരുന്നു ചെയ്യാനായിട്ട്. പിന്നെ എനിക്ക് തോന്നിയത് അത്രയൊക്കെയാണ്. പിന്നെ അതിൽ പോസിറ്റീവായിട്ട് ഷമ്മി ചേട്ടൻ അതൊക്കെ തന്നെ. നടി മാരക വെറുപ്പിക്കലായിരുന്നു നടി. പിന്നെ ബാക്കി ഇത്ര ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഈ ഡ്യൂറേഷനാണ് നമുക്ക് സഹിക്കാൻ പറ്റുന്നത്. 3 മണിക്കൂർ അടുപ്പിച്ചുണ്ട് ഡ്യൂറേഷൻ. നീട്ടി കൊണ്ടുപോകണം ചുമ്മാ. ഇതിൽ പിന്നെ കുറേ ഇതുണ്ട്. വനം കയ്യേറി
റോഡുണ്ടാക്കണം, വനം കയ്യേറി റോഡുണ്ടാക്കണം, അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ട്. അതൊന്നും നമുക്ക് ദഹിക്കൂല. ദഹിക്കൂലെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒന്നും ഇല്ല. പിന്നെ ബാക്കി ക്ലൈമാക്സ് ഫൈറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല. ക്ലൈമാക്സ് ഫൈറ്റ് കൊള്ളാം, വേറെ കുഴപ്പമില്ല. എങ്കിലും അവസാനമൊക്കെ വന്നിട്ട് മൊത്തത്തിലൊരു സുഖമില്ലായ്മ പോലെ. ഇതെൻ്റെ അഭിപ്രായമാണ്. നിങ്ങൾ പടം കണ്ടിട്ട് കറക്റ്റ് മുഖം അറിയാൻ പറ്റും. നിങ്ങൾ പടം കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ രാജുവേട്ടൻ കൊള്ളായിരുന്നു. രാജുവേട്ടനും കൊള്ളാം, ഷമ്മിച്ചേട്ടനും കൊള്ളാം, പൊളിയായിരുന്നു, അടിപൊളിയായിരുന്നു. രാജുവേട്ടൻ എല്ലാ പടം ഇതേപോലെ ആണല്ലോ രാജുവേട്ടൻ. പിന്നെ സ്കോർ ഇങ്ങനെ ഷമ്മിച്ചില്ലേ, ഒരു രക്ഷയില്ല. പോളി പെർഫോമൻസ് ആയിരുന്നു. പിന്നെ എൻ്റെ അഭിപ്രായം ഇത്രയേ ഉള്ളൂ. ഇനി കൂടുതൽ എന്തിനു പറയാം, വേറെ ഒന്നുമില്ല പറയാനായിട്ട്. ഇത്രയേ ഉള്ളൂ. ആവറേജ് പടം. നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടിട്ട് നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും. ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. വേറെ ഒന്നും പറയാൻ തന്നെ ഇല്ല. അതുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് ഗായ്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു റിവ്യൂ ആയിട്ട് ഞാൻ വരികയാണ്. ബൈ.